ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു വാട്സാപ്പ് ട്രിക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാട്സാപ്പിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ആർക്കാണോ അയക്കേണ്ടത് ആ വ്യക്തിയുടെ മൊബൈൽ നമ്പർ നമ്മൾ ഫോണിൽ സേവ് ചെയ്തിട്ടാണ് സാധാരണഗതിയിൽ മെസ്സേജ് അയക്കുന്നത്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്പർ സേവ് ചെയ്യാതെ ഒരാളുമായി ചാറ്റ് ചെയ്യണം എന്നുള്ള സിറ്റുവേഷനിൽ എങ്ങനെ നമ്മളത് ചെയ്യും എന്നാണ് നോക്കുന്നത്. അതായത് ഒരു വ്യക്തിയോട് ആ വ്യക്തിയുടെ ഫോൺ നമ്പർ നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്യാതെ നമ്പർ മാത്രം ഉപയോഗിച്ച് ചാറ്റ് ചെയ്യുക. പേര് സേവ് ചെയ്യാതെ നമ്പർ മാത്രം ഉപയോഗിച്ച് എങ്ങനെ ചാറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് ഫോണിലൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ പോയ ശേഷം സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് വാട്ട്സ് മീ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വരും. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു സ്ക്രീൻ കാണിക്കും. ഇവിടെ ഫോൺ നമ്പർ ഇൻക്ലൂഡ് കൺട്രി കോഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് കൺട്രി കോഡ് ഉൾപ്പെടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു വ്യക്തിയുടെ ആണെങ്കിൽ +91 ആയിരിക്കും കൺട്രി കോഡ്. അതുപോലെ ഓരോ രാജ്യത്തും കൺട്രി കോഡ് മാറും. ഓക്കെ, ഞാനിപ്പോൾ ഒരു മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഓപ്പൺ ചാറ്റ് എന്നത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ആയിരിക്കുകയാണ്. അതായത് നമ്മൾ സേവ് ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയുമായി ചാറ്റ് ചെയ്യാനുള്ള വിൻഡോ ആണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തിയുമായി നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ മെസ്സേജ് അയക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു നമ്പർ സേവ് ചെയ്യാതെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നത്. പലർക്കും പല സാഹചര്യങ്ങളിലും ഇങ്ങനെ ചാറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് കൊടുക്കുക. വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.